ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് തൊട്ട് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്കൊരു ഗുണമുണ്ട്. നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാവുന്നവരല്ല, മറിച്ച് ചരിത്രം കുറിക്കാൻ പോകുന്നവരാണ്. എന്തായാലും പോസ്റ്റ് കൊറോണ സെഷൻ ലോകത്തിൽ വലിയൊരു മത്സരം ഉണ്ടാവും. ആ മത്സരത്തിൽ, ആ ഓട്ട മത്സരത്തിൽ നമുക്ക് ആദ്യം എത്തണമെങ്കിൽ നമ്മുടെ ഓട്ടം ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഓട്ടത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഇന്നത്തെ ബ്രിഡ്ജ് കോഴ്സ്. ഇന്നത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രിഡ്ജ് കോഴ്സ്. നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്നുമില്ല എങ്കിൽ അലസമായി മൊബൈൽ കണ്ട്, ടി വി കണ്ട്, ഉറങ്ങി തിന്ന് സമയത്തെ വെറുതെ കളഞ്ഞു കളയാം. അല്ല എങ്കിൽ ഒരു ദിവസത്തിന് കുറച്ച് സമയമെങ്കിലും, വളരെ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കണം, നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. എന്നാണോ ക്ലാസ് തുടങ്ങുന്നത്, അപ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള കുട്ടികളെക്കാളും ഒരു വള്ളപ്പാടകലെ മുമ്പിലെത്താവുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ സമയത്തെ യൂട്ടിലൈസ് ചെയ്യാം. എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തുള്ള എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരേ ഒരു കാര്യം സമയമാണ്. ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരൻ്റെ അടുത്തും ലോകത്തെ ഏറ്റവും പാവപ്പെട്ട ആളെടുത്തും ഉള്ളത് ഒരേ സമയമാണ്. പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടുന്ന കുട്ടിക്കും പരീക്ഷയിൽ തോക്കുന്ന ആൾക്കും കിട്ടിയിരിക്കുന്നത് ഒരേ സമയമാണ്. ജീവിതത്തിൽ വിജയിക്കുന്നതോ വിജയിക്കാത്തതോ ആയ ആൾക്കാർ തീരുമാനിക്കുന്നത്, എൻ്റെ ഇതുവരെയുള്ള ജീവിതം എന്നെ പഠിപ്പിച്ചത് ആ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സമയം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ സമയത്തെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും കുറച്ച് സമയം എൻ്റെയും എൻ്റെ കൂടെയുള്ള കുറച്ച് ടീച്ചേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. അത് ഒന്ന് പഠിക്കുക. വൈകുന്നേരം ഒരു പരീക്ഷ. എല്ലാ ശനിയാഴ്ചകളിലും നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം വെച്ച് നമുക്ക് മീറ്റിംഗ് നടത്തി സംശയങ്ങളുണ്ടെങ്കിൽ മാറ്റാം. എന്തോ ആകട്ടെ, എപ്പോഴാണോ നിങ്ങളുടെ സ്കൂൾ തുറക്കുന്നത് അപ്പോഴേക്കും നിങ്ങൾ മിടുക്കികളായി എല്ലാവരേക്കാളും ഒരുപാട് ബുദ്ധിയിലുള്ള കുട്ടികളായി നിങ്ങളെ മാറ്റണം. ഇതാണ് ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല. ആദ്യമേ ഞാൻ എന്നെ പരിചയപ്പെടുത്തരാം. പലർക്കും എന്നെ അറിയണ്ടാവില്ല അല്ലേ. എൻ്റെ പേര് ജയദീപ് എന്നാണ്. എന്നെ സാധാരണ കുട്ടികൾ വിളിക്കുക JD എന്നാണ്. വടകര സ്റ്റെപ്സ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൻ്റെ ഡയറക്ടറാണ്. കൂടാതെ കോട്ടക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കെമിസ്ട്രിയുടെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പോയി ക്ലാസ് എടുക്കാറുണ്ട്. ഇത്രയൊക്കെയുള്ളൂ എന്നെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. വടകര സ്വദേശിയാണ്. ബാക്കി നമുക്ക് വഴിയെ പരിചയപ്പെടാം. എന്തായാലും നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിംഗ് വിത്ത് ദ കിങ് ഓഫ് ഓൾ സയൻസ്, ദ സബ്ജക്ട് വിച്ച് ഈസ് കോൾഡ് ആസ് കിങ് ഓഫ് ഓൾ സയൻസ്. ഞാൻ കെമിസ്ട്രി ലെക്ചറാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സബ്ജക്ട് ഏതാണെന്ന് അറിയായിരിക്കാം. ഉറപ്പായിട്ടും അതേതാണ്? കെമിസ്ട്രിയാണ്. കെമിസ്ട്രി കേൾക്കുമ്പോൾ തന്നെ ഒരു മിസ്റ്ററി എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ് എല്ലാവരും. പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഭയങ്കര മിസ്റ്ററി ഉള്ള ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കര വിഷമമാണ് എന്നൊക്കെ ഉള്ളൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. പക്ഷേ അതിൻ്റെ മലയാളം വേർഡ് നല്ല രസമുള്ള വാക്കാണ്. ആ കെമിസ്ട്രിയുടെ മലയാളം വേർഡ് രസതന്ത്രം എന്നാണ്. എനിക്ക് കൂടുതൽ പറയാൻ ഇഷ്ടം രസതന്ത്രം എന്നുള്ള വാക്കാണ്. നല്ല രസമാണ് പഠിക്കാൻ ഏറ്റവും രസമുള്ള സബ്ജക്റ്റാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും രസമുള്ള സബ്ജക്റ്റാണ്. നമുക്ക് ഏറ്റവും രസകരമായി ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളുടെയും കാരണങ്ങൾ, ഒരുവിധം എല്ലാ കാരണങ്ങളും പറയണമെങ്കിൽ നിങ്ങൾ അവസാനം കെമിസ്ട്രിയുടെ അടുത്ത് വേണം. അതുകൊണ്ട് പറയപ്പെടാറുണ്ട് കെമിസ്ട്രി ഈസ് ദി കിങ് ഓഫ് ഓൾ സയൻസ്. നമ്മൾ ആവാൻ പോകുന്നത് ഈ കിങ് ഓഫ് ഓൾ സയൻസിൻ്റെ മാസ്റ്റർ ആവാൻ പോവാണ്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ കെമിസ്ട്രി ഒക്കെ നമ്മൾ മുന്നിൽ കാണുന്നതിന് നമ്മൾ സയൻസിനെ കൊണ്ട് തന്നെ പറയാം. സയൻസിൽ നമ്മൾ സാധാരണ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. There will be what questions? What is that, etc. There will be how questions and there will be why questions. ഇത്രയാണ് നമ്മൾ
സയൻസിൽ കോമൺ ആയിട്ട് കാണുന്ന ചോദ്യം വാട്ട്, ഹൗ ആൻഡ് വൈ. And my first question, which is the most important question in science, is it what, why or how? What is your opinion? Tell me. Many of you must say it must be why or how. പലരുടെയും ധാരണ അങ്ങനെയാണ്. കാരണം പഠിക്കാൻ വിഷമമുള്ള ചോദ്യം വൈയും ഹൗ ആണ്. എക്സാംസിന് കൂടുതൽ മാർക്കുള്ള ചോദ്യവും വൈയും ഹൗ ആണ്. ബട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, the most important question in the science subject is why. This is the foundation of the subject. ഒരു സയൻസ് സബ്ജക്റ്റിന്റെ അടിസ്ഥാനം മുഴുവൻ നിലനിൽക്കുന്നത് വാട്ട് ക്വസ്റ്റ്യൻസിലാണ്. ഡെഫിനിഷൻസ് ക്ലിയർ ആക്കുക, നിർവചനങ്ങൾ കൃത്യമായി പഠിക്കുക, ഡെഫിനിഷൻസ് ക്ലിയർ ആക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈ ആൻഡ് ഹൗ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ത്രൂ ഔട്ട് ദ ബ്രിഡ്ജ് കോഴ്സ് മേ ബി നമുക്ക് വരുന്ന ഒരു മാസം 1.5 മാസക്കാലത്തോളം ഈ ബ്രിഡ്ജ് കോഴ്സ് തുടങ്ങുന്നതായിരിക്കും. ഒരു നിയർലി 45 hours സയൻസിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു 5 hours സ്പീഡ് മാത്തമാറ്റിക്സ് ഉണ്ടാവും. ഒരു 5 hours കരിയർ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ കോഴ്സ് പ്ലാൻ. എന്തോ ആട്ടെ, സയൻസിൻ്റെ ക്ലാസ്സുകളിൽ മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് വാട്ട് ക്വസ്റ്റ്യന് മാക്സിമം ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വാട്ട് ക്വസ്റ്റ്യൻ കൃത്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് സുഖമായി പറയാൻ പറ്റും എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. എന്തോ ആട്ടെ, അപ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാണ്. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? നമ്മുടെ സബ്ജക്റ്റ് എന്താ പറയാം? എൻ്റെ കൂടെ പറയണം, ഇല്ലേ ബോറടിക്കും ഫോണിന് മുമ്പിൽ വെറുതെ ഇരിക്കുന്നത്. സോ ക്ലാസ്സുകൾ ഉള്ളതുപോലെ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കും. നമ്മുടെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. സോ വാട്ട് വിൽ ബി മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് കെമിസ്ട്രി? യു ടെൽ മീ, വാട്ട് ഈസ് കെമിസ്ട്രി? വാട്ട് ഈസ് കെമിസ്ട്രി? ടെൽ മീ. Okay, fine. I'll tell you. I don't have much time to discuss all these things. Okay, you just write the heading chemistry. Chemistry, or you can write basics of chemistry. You can write that. Basics of chemistry. Actually, +1 first chapter name is some basic concepts in chemistry. നമ്മൾ പഠിക്കുന്നതും ഏകദേശം ആ ബേസിക് കൺസെപ്റ്റുകൾ കൊണ്ടാണ്. പക്ഷെ +1 ഒന്നും നമുക്ക് പഠിക്കേണ്ട. നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളും എല്ലാം പഠിച്ച് എന്തിലോട്ട് പോയാൽ മതി? +1 പോയാൽ മതി. ഓക്കെ, സോ റൈറ്റ് ദ ഫസ്റ്റ് സബ് ഹെഡിങ് കെമിസ്ട്രി. യു റൈറ്റ് കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ്. Chemistry is the branch of science which deals with the study of matter and its changes. Chemistry is the branch of science which deals with the study of matter and its changes. അപ്പോൾ നമുക്ക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ 2 വേർഡുകളുണ്ട്. ഒന്ന് മാറ്റർ ഉണ്ട്, രണ്ടാമത്തെ എന്താണ്? ചേഞ്ചസ്. ഹു ഈസ് ഗോയിങ് ടു ഡിഫൈൻ മീ മാറ്റർ? ഓക്കെ, മാറ്റർ അവിടെ വെക്കട്ടെ. നമുക്ക് ആദ്യം എന്തിനെ പറ്റി പറയാം? ചേഞ്ചസ്. Changes can be broadly classified into 2. One is physical and another one is chemical. Physical and another one is chemical. So, if physical change in chemical change in how can you distinguish that? ഏതാണ് ഫിസിക്കൽ ചേഞ്ച്, ഏതാണ് കെമിക്കൽ ചേഞ്ച് എന്നിങ്ങനെ മനസ്സിലാക്കാം. Most of you may say reversible changes are physical and chemical changes are irreversible എന്ന് പറയുന്നവനെ കണ്ടാൽ മുഖത്ത് ഒരൊറ്റ അടി കൊടുത്ത് അവൻ്റെ വായിൽ നിന്ന് പല്ല് താഴെ പോകുന്നു. Is it reversible or irreversible? Tell me. Is irreversible. അതൊരു കെമിക്കൽ ചേഞ്ച് ആണോ? JD വിത്തൗട്ട് പല്ല് +2 പല്ല് എന്നൊക്കെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അത് കെമിക്കൽ ചേഞ്ച് അല്ല, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അല്ലെങ്കിൽ ഞാനിത് ഒരാളെ അടിച്ച ദേശത്തിന് അവൻ എന്നൊരു കല്ല് കൊണ്ട് ഒറ്റ ഏറിയാണ്, ഞാനൊന്ന് മാറിക്കളഞ്ഞു, നേരെ എൻ്റെ പുറകിലുള്ള ചില്ലിന് കൊണ്ടു, ചില്ല് പൊട്ടി തവിട് പൊടിയായി. Is it a reversible or irreversible change? Yes, it is an irreversible change. But it's not a chemical change. It's a physical change. It's not a chemical change. It's a physical change. അല്ലേ വേണ്ട, ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ക്യാരറ്റ് 2 കഷ്ണമായി മുറിച്ചു. Is it reversible or irreversible? A carrot piece gives 2 carrot pieces. A carrot gives 2 carrot pieces. Is it reversible or reversible? Yes, it is irreversible. ഇല്ലേ? അത് ഫിസിക്കലാണോ കെമിക്കലാണോ ചേഞ്ച്? അത് വെറും ഫിസിക്കലാണ്.
അപ്പോൾ ഇറിവേഴ്സിബിൾ ചേഞ്ചസ് ആർ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായ ഡെഫിനിഷൻ അല്ല. നമ്മുടെ ഡെഫിനിഷൻ കൃത്യമായിരിക്കണം, തെറ്റിപ്പോവാത്തതായിരിക്കണം നമ്മുടെ ഡെഫിനിഷൻ അല്ല മക്കളെ. അപ്പോൾ അതാണ് പറഞ്ഞത്, വാട്ട് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. സോ വി ഹാവ് ടു മേക്ക് ദ എക്സാക്ട് ഡെഫിനിഷൻ ഫോർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. നൗ ജസ്റ്റ് ഹിയർ ഇറ്റ്. If new substance are producing, then the change is chemical change. ഒരു കടലാസ് കത്തിച്ചാൽ I will get ash and gas, new substance. Yes, that is a chemical change. If I cut a carrot into 2 pieces, പുതിയ സബ്സ്റ്റൻസുകൾ ഇല്ല, ക്യാരറ്റ് പീസസുകളാണ്. അപ്പോൾ അത് വെറും എന്താണ്, ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ്. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ പല്ലടിച്ച് താഴെ ഇട്ടു, പുതിയതൊന്നും ഉണ്ടായിട്ടില്ല. അയാളുണ്ട്, അയാളുടെ താഴെ വീണ പല്ലുകളുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഫിസിക്കൽ ചേഞ്ച്. ഇറ്റ്സ് ജസ്റ്റ് എ ഫിസിക്കൽ ചേഞ്ച്. If no new substance are produced, then it can be called as physical change. So write it down. Changes are broadly classified into 2. Changes are broadly classified into 2. First one, physical change. First one, physical change, where no new substance is produced. Where no new substance has produced, not is, has produced. And second one, chemical changes, where new substance have produced. Second one is chemical change, where new substance have produced. That's about changes. Now we are going to deal with this thing. What do you mean by matter? മലയാളത്തിൽ ഇതിനെ പറയുക ദ്രവ്യം എന്നാണ്, matter. What do you mean by matter? Tell me. How can you define matter? ഞാനൊരു മാറ്റർ ആണ്. അതെ, ഞാനൊരു മാറ്റർ ആണ്, ഒരു സംശയമില്ല. ജെലി സാർ is a matter and I am taking a bottle of water. ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം matter ആണ്. Does it matter? Yes, ഇത് മാറ്റർ ആണ്. ഞാൻ ഇൻഹേൽ ചെയ്യുന്ന എയർ, അത് മാറ്റർ ആണ്, അതും മാറ്റർ ആണ്. ഈ ലൈറ്റ്, ഈ റൂമിലുള്ള ലൈറ്റ്, അത് മാറ്റർ ആണ് അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ മാറ്ററിനെ ഡിഫൈൻ ചെയ്യാം, മാറ്റർ അല്ലാത്ത ഏത് കാര്യമാണുള്ളത് എന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ എഴുതാം, നോട്ടിൽ എഴുതിക്കോ. മാറ്റർ is anything which possesses mass. Matter is anything which possesses mass. Matter is anything which possesses mass and occupies a volume. Matter is anything which possesses mass and occupies a volume. So, anything which possesses mass, എല്ലാത്തിനും മാസ് ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പറഞ്ഞ എനിക്ക് മാസ് ഇല്ലേ, എനിക്ക് മാസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ മേത്ത് വീണാൽ നിങ്ങൾക്ക് വേദനയാവും. അതാണ് മാസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു സൂത്രം. നമ്മൾ തൊടുമ്പോൾ നമുക്ക് അതിനെ ഫീൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. വെള്ളം, യെസ്, വെള്ളം എടുത്ത് പൊക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്യാസിന് വെയിറ്റ് ഉണ്ടോ? ഉണ്ട്. നമ്മൾ കാറ്റടിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് മോളിക്കൂൾ നമ്മളെ മേത്ത് തട്ടുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓട്ടെ, നല്ലൊരു കാറ്റടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെയിറ്റ് കൊണ്ട് നമ്മൾ പാറി പോകുന്നുണ്ട്. നല്ലൊരു കാറ്റത്ത് ഇല്ലേ, ഗ്യാസ് ആണ് വരുന്നത്, നമ്മുടെ കുട എന്തായി പോകുന്നത്, ഇൻവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. യെസ്, ഇറ്റ് പോസസ് മാസ്. ലൈറ്റിന് എങ്ങനെ മാസ് ഉണ്ടോ? നല്ല വെയിലുള്ള ഒരു ദിവസം വെയിലത്ത് കുട എടുത്ത് നടന്നാൽ കുട തിരിഞ്ഞു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ലൈറ്റ് നമ്മുടെ മേത്ത് വന്ന് തട്ടുമ്പോൾ നമുക്കൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? നോ. ലൈറ്റൊക്കെ നമ്മുടെ മേത്ത് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല രസം ഉണ്ടാവും. They are traveling at very high speed, 3 into 10 raised to 8 meter per second ആണ്. ഞാൻ ലൈറ്റിന്റെ പുറത്ത് പോയി നിന്നാൽ 3 into 10 raised to 8 meter per second സാധനം വെടിയുണ്ട പോലെ എൻ്റെ മേത്ത് കൊണ്ട് ഞാൻ ചത്തു പോകണമായിരുന്നു. It's not happening. So light is not a matter. ലൈറ്റിന് മാസ് ഇല്ല. മാസ് ഉള്ളതിന് മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, മാറ്റർ എന്ന് പറയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം നോക്കണം. മാറ്റർ is anything which possesses mass and occupies volume. വോളിയത്തിനെ ഓക്യുപ്പൈ ചെയ്യുന്നു. എങ്ങനെ മനസ്സിലാക്കും അത്?
നിങ്ങൾക്ക് വോളിയം ഓക്യുപ്പൈ ചെയ്യുന്ന ഏതൊരു സാധനത്തിനെയും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒന്നിലാക്കി കൊണ്ടുപോകാൻ പറ്റും. വി ക്യാൻ ക്യാരി ഇറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നിങ്ങൾക്ക് കൂടെ എന്നെ തട്ടിക്കൊണ്ടുപോകാം, എൻ്റെ ഒരു ചാക്കിലേക്ക് മൂടി ചാക്കെടുത്ത് കൊണ്ടുപോയാൽ മതി. യു ക്യാൻ ക്യാരി മീ ഫ്രം വൺ പ്ലേസ് ടു അനദർ. യു ക്യാൻ ടേക്ക് ദ സ്പേസ് ദാറ്റ് ഐ ഓക്യുപ്പൈ. ഞാൻ നേരത്തെ വെള്ളം എൻ്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് എൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടു, ഇതെൻ്റെ ബെഡ്റൂമാണ്, ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ ക്യാൻ ക്യാരി ദാറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ എ കണ്ടെയ്നർ. എനിക്ക് ഗ്യാസ് കൊണ്ടുപോകാൻ പറ്റും. ഗ്യാസ് വേണമെങ്കിൽ ഒരു ബലൂൺ ഊതി അല്ലെങ്കിൽ ഒരു സിലിണ്ടറിലാക്കി ഒരു കുപ്പിയിലാക്കി എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ലൈറ്റിനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഉണ്ടായിരുന്നു എന്താ സുഖം. രാവിലെ വെയിലത്തൊരു പെട്ടി അങ്ങോട്ട് തുറന്നു വെക്കുക, ലൈറ്റൊക്കെ പെട്ടിൻ്റെ ഉള്ളിൽ കയറട്ടെ, പെട്ടി അടച്ചു വെച്ചു. ഇനി റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു, ഇതാ പെട്ടെന്ന് കറണ്ട് കട്ടായി, ഈ പെട്ടി തുറക്കുക, അപ്പോൾ ലൈറ്റ് നമ്മുടെ റൂമിലൊക്കെ വരണം. നടക്കുന്ന കേസാണോ അത്? അല്ല. ലൈറ്റ് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ട്രാപ്പ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ലൈറ്റ് ഒക്യുപ്പൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ്, ലൈറ്റ് ഈ സ്പേസിലൂടെ ട്രാവൽ ചെയ്ത് പോവുകയാണ്. അപ്പൊ ലൈറ്റ് ഈസ് നോട്ട് ഓക്യുപ്പൈങ് എ സ്പേസ്. ലൈറ്റ് ഈസ് നോട്ട് എ മാറ്റർ. എന്റെ ശബ്ദം ഞാനിപ്പോ ഹലോ എന്ന് പറയുന്നത് കുപ്പിയിലിട്ട് അടച്ചിട്ട് നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലേക്ക് കയറിയിട്ട് കുപ്പി തുറന്നാൽ ഹലോ എന്ന് നിങ്ങൾക്ക് കേൾക്കില്ല. ശബ്ദം ഒക്യുപ്പൈ ചെയ്യുന്നില്ല സ്പേസിൽ, ശബ്ദം സ്പേസിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പൊ മാറ്റർ അല്ലാത്ത യൂണിവേഴ്സിനെ അടുത്ത നമ്മൾ റെഫർ ചെയ്യുന്ന വേർഡ് എനർജിയാണ്. സോ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പേസ് ആണ് മൊത്തം യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ മാറ്ററും ഉണ്ട്, എനർജിയും ഉണ്ട്. സോ മാറ്ററിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറയുന്നത്. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാവിങ് എ ഡെഫിനിറ്റ് മാസ്. മാറ്റർ എന്ന് വിളിക്കാം. So these are the basic three definitions that we have studied today. One is chemistry, second one is changes, physical and chemical, and third one matter. Now we have to study more about matter. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഞാനൊരു റീക്യാപ്പ് നടത്തും നിങ്ങൾക്ക്, എന്നാൽ എനിക്കതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഡെഫിനിഷൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. കുറച്ച് പാടാണ് മൊബൈലിൽ പഠിക്കുക, ഉറക്കം വരും, ഇതൊക്കെ എനിക്കറിയാം, സാരമില്ല, ഇപ്പം എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ച വാക്കുകൾ: കെമിസ്ട്രി definition, it is the branch of science which deals with the study of matter and its changes. Second one, definition of physical change and chemical change. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം എങ്ങനെ ഒരു ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മക്കളെ, ഞാനൊരു ബൾബ് കത്തിച്ചു, ലൈറ്റ്, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? ബൾബ് കത്തിച്ചു, ബൾബ് ഓഫ് ആക്കി, ഒരു പുതിയ സംഗതി ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ഓൺലി എ ഫിസിക്കൽ ചേഞ്ച്. മറിച്ചൊരു മരം കത്തിച്ചു ആയിക്കോട്ടെ, കത്തിച്ചു കഴിഞ്ഞാലോ എനിക്ക് കിട്ടുന്നത് ചാരമാണ്, പുതിയ സബ്സ്റ്റൻസ് ആണ് എന്ന് വെച്ചാൽ അത് പുതിയ സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കിയതുകൊണ്ട് അതെന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. യു ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് വാട്ട് ഓൾ ആർ കെമിക്കൽ ചേഞ്ചസ് ആൻഡ് വാട്ട് ഓൾ ആർ physical changes. And we studied the definition of matter, and now we are going to study more about matter. ഇതും കൂടി ഇന്നത്തെ നമുക്ക് ആവശ്യമാണ്. പരീക്ഷ we are going to study about matter. Definition is over. My first question. ഒരു മാറ്ററിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ? പലരുടെയും ഉത്തരം നിങ്ങളുടെ മുഖത്ത് കയറിയറിയാം. ആറ്റം എന്ന് വിളിച്ചു പറഞ്ഞ് കുറേ പേരുണ്ട്. തെറ്റാണ് മക്കളെ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ ഈസ് മോളിക്യൂൾ. നമ്മുടെ യൂണിവേഴ്സിൽ ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് ഡിഫറെന്റ് മാറ്റർ ഈസ് ദർ എന്ന് വെച്ചാൽ കോടിക്കണക്കിന് ഡിഫറെന്റ് മോളിക്യൂൾസ് ഓഫ് ദർ. ഒരേ ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയ മോളിക്യൂളൊക്കെ ഒരേപോലെ ആവണമെന്നില്ല. മോളിക്യൂൾ മാറുമ്പോൾ മാറ്റർ മാറുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് മാറ്റർ, ഞാനിപ്പോൾ ചോക്ക് പറയുകയാണെങ്കിൽ ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ. ഐ എം നോട്ട് സെയിങ് ദാറ്റ്. I will say this is made up of calcium carbonate molecule. ഈ ചോക്കിന് കാൽഷ്യത്തിന്റെ സ്വഭാവം അല്ല ഉള്ളത്. കാർബൺ കറുത്ത പൊടിയാണ്, കാർബണിന്റെ സ്വഭാവം അല്ല ഉള്ളത്. ഓക്സിജൻ ഗ്യാസ് ആണ്, ഓക്സിജന്റെ സ്വഭാവം അല്ല ഉള്ളത്. മറിച്ച് ഈ ചോക്കിന് ഒരു കാൽഷ്യം കാർബണേറ്റ് മോളിക്യൂളിന്റെ സ്വഭാവമാണ്. So the building block of matter or the basic particle of matter is molecules, not atoms. ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ
ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ആൽഫബറ്റ്സ് പോലെയാണ് ആറ്റംസ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ഓരോ അക്ഷരങ്ങളും ഞാൻ എഴുതുന്നത് ഐ, ഇറ്റ് ഡസന്റ് ഹാവ് എ മീനിങ്. ജി, എച്ച്, ഒ, ഇ, ഡി, എഫ്, ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ പറയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ആറ്റങ്ങൾക്കും സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ഒന്നുമില്ല. ദേ ആർ ആറ്റംസ്. പക്ഷെ ഈ ആറ്റങ്ങൾ കൂടി ചേർന്ന് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് കൂടി ചേർന്ന് ഒരു വേർഡ് ആയാൽ GOD, it possesses a definite meaning. അതിന് സ്വന്തമായ എക്സിസ്റ്റൻസ് ഉണ്ട്. മോളിക്യൂൾ ആറ്റങ്ങൾ കൂടി ചേർന്ന് മോളിക്യൂൾ ആകുമ്പോൾ സ്വന്തമായ എക്സിസ്റ്റൻസ്. ഹൈഡ്രജൻ ആറ്റം എന്നുള്ളൊരു എക്സിസ്റ്റൻസ് പറയാൻ പറ്റില്ല, ഓക്സിജൻ ആറ്റം എന്നുള്ള എക്സിസ്റ്റൻസ് ഇല്ല. പക്ഷേ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂളിന് എക്സിസ്റ്റൻസ്. അതിന് ഹൈഡ്രജന്റെയോ ഓക്സിജന്റെയോ സ്വഭാവം ഇല്ല. ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് കത്താൻ സഹായിക്കുന്ന ഗ്യാസാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്തുന്ന ഗ്യാസാണ്. അപ്പൊ നോക്ക്, രണ്ടാൾക്കാർ അതിൻ്റെ അകത്ത്, കത്തുന്ന ആളുണ്ട്, കത്താൻ സഹായിക്കുന്ന ആളുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മ രാവിലെ തന്നെ ചായപാത്രത്തിൽ വെള്ളം എടുത്ത് ഒരു തീപ്പെട്ടി ഓരോ ചീൻ്റകത്തിട്ട കത്തണം. കാരണം എന്താ? കത്തുന്ന ആളുണ്ട്, കത്താൻ സഹായിക്കുന്ന ആളുണ്ട്. നടക്കുന്നുണ്ടോ അത്? നോ, ഇറ്റ്സ് എൻ എക്സ്റ്റിംഗ്വിഷർ ഓഫ് ഫയർ. തീനെ കെടുത്തുന്ന സാധനം. അപ്പൊ വാട്ടറിന് ഹൈഡ്രജന്റെയോ ഓക്സിജന്റെയോ അല്ല ഗുണങ്ങൾ. ആരാണ്? വാട്ടർ മോളിക്യൂളിനെയാണ്. സോ വാട്ടർ മീൻസ് ഐ ആം റെഫറിംഗ് H2O molecule. I am not referring hydrogen or oxygen. I am just referring H2O molecule. You want to see one more irony? I am taking another liquid which is made up of same hydrogen and oxygen. ഇത് കുടിച്ചാൽ എനിക്ക് ദാഹം തരും, കുഴപ്പമൊന്നുമില്ല. ഇത് കുടിച്ചാൽ എനിക്ക് ദാഹം എന്നത്തേക്കായി തരും, ഞാൻ ചത്തുപോകും. H2O2 ആണ്, വാട്ടർ അല്ല. മോളിക്യൂൾ മാറുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. സോ മൈ ഫസ്റ്റ് പോയിന്റ് ഈസ് വെരി ക്ലിയർ. നിങ്ങൾ മാറ്ററിനെ പറ്റി റെഫർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ റെഫർ ചെയ്യുന്ന ആരെയാണ്? മോളിക്യൂളിനെയാണ്. സോ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾ. സോ വെൻ വി ആർ classifying matter, we are actually classifying molecules. A matter means it's a combination of molecules. And this molecule can be classified into two types. One is element and other one is compound. You write the heading classification of matter. All matter is made up of molecules. All matter is made up of molecules. Now we are going to study the classification of molecules. One is element and second one is compound. So you know what are elements and what are compounds. I am taking one molecule, oxygen, O2. Is it an element or is it a compound? Oxygen is an element, you know that. Okay, fine, oxygen is an element. And if I refer water, it is a compound. If I say chlorine, it is an element. If I say HCl, it's a compound. If I take nitrogen, it's an element. Okay, I'm taking iron, it's an element. But if I take ozone, or I will write the name, ozone, is it an element or is it a compound? Tell me. Is it an element or is it a compound? Now we need the definition of an element. Elements are the molecules which are made up of only one type of atom. Only one type of atom. Ida oxygen, ozone ennu parayunnathu O3 aanu. It is made up of only one type of atom. Oxygen ade only one type of atom. Ozone oxygen element aanu. പക്ഷേ ഇത് ഒരേ എലമെന്റിന്റെ രണ്ട് ഫോംസ് ആണ്. We can call them as allotropes. If an element is existing in more than one form, then these forms can be called as allotropes, and that property is called as allotropism. ഏതുപോലെ കാർബൺ എടുക്കുക, നമ്മൾ കാർബൺ 1 കിലോ കാർബൺ തരികയാണ് ഒന്നാമത്തെ ആൾക്ക്. അത് കരിന്റെ ഫോമിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഒരു 5 രൂപയാണ്. അടുത്ത ആൾക്ക് ഞാനത് ഗ്രാഫൈറ്റിന്റെ ഫോമിലാണ് കൊടുക്കുന്നതെങ്കിൽ 1 കിലോ കാർബൺ തന്നെ അയാൾക്ക് ഒരു 500 രൂപ കിട്ടിയിരിക്കുക.
ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കുന്നത് 1 കിലോ കാർബൺ ആറ്റം തന്നെ, സെയിം കാർബൺ ആറ്റം, ഒരു മാറ്റവും ഇല്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഡയമണ്ട്, പിന്നെ ആൾ പഠിക്കില്ല, മതി, രക്ഷപ്പെട്ടു, ലൈഫ് സെറ്റായി. ഇപ്പൊ ഞാൻ 3 പേർക്കും കൊടുത്തത് ഒരേ കാർബൺ ആറ്റമാണ്, സെയിം ആറ്റം, ബട്ട് ഇൻ ഡിഫറെന്റ് ഫോംസ്. വി ക്യാൻ കോൾ ദം ആസ് ദി allotropes of carbon. If an element existing in more than one form, these forms can be called as allotropes, and the phenomenon is called as allotropism. So anyhow, we studied the definition. Elements are the molecules which are made up of only one type of atoms, and compounds are the molecules which are made up of more than one type of atom. Okay, so first classification, elements and compounds. And these elements can be further classified into metals, non-metals, and metalloids based on the physical and chemical property that we will discuss later. And the compounds can be further classified into organic and inorganic compounds. Okay, so you first draw this table: molecule, elements and compounds. Elements can be classified into metals, non-metals, and metalloids. Okay, one more thing you can add. You can add noble gases. And compound. Further, it can be classified into organic and inorganic. Draw it. And we did the definitions. You just write. Elements are the molecules. Elements are the molecules which are made up of. Elements are the molecules which are made up of only one type of atoms. Which are made up of only one type of atoms. If an element is existing in different forms, then the different forms are called as allotropes. Definition ആണ് allotropes. Then the different forms are called as allotropes. Example: charcoal, graphite, and diamond are the allotropes of carbon. O3 and O2 are the allotropes of oxygen. O3 and O2 are the allotropes of oxygen. And compounds are the molecules. Next, compounds are the molecules which are made up of more than one type of atoms. Which are made up of more than one type of atoms. അപ്പോൾ ഇന്നിത് മതി. ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ ക്ലാസ് കേട്ടിരിക്കുക വലിയ പണിയാണ്. മുഴുവൻ ക്ലാസ് കേട്ടിരുന്ന കുട്ടികൾക്ക് എൻ്റെ ആത്മാർത്ഥമായ ക്ഷമാപണം. നിങ്ങൾ അരമണിക്കൂർ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, പക്ഷേ പഠിച്ചേ പറ്റുള്ളൂ. ഈ നോട്ടൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കൃത്യം 5 മണിക്ക് ഇതിൻ്റെ ബേസിക്കൽ പരീക്ഷ ഉണ്ട്. നിങ്ങൾ പേടിക്കണം, ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ളൂ. നാളെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം, കൂടുതൽ സ്പീഡ് മാത്തമെറ്റിക്സ് പഠിക്കാം, കുറേ കോളേജുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. തൽക്കാലം ഞാൻ ഇന്നത്തേക്ക് നിർത്തുന്നു. എൻ്റെ പേര് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ജയദീപ്. പാരൻസ് ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കുക. അതേപോലെ എക്സാം പ്രോപ്പറായിട്ട് എഴുതണമെന്ന് നോക്കുക. നമ്മുടെ ഗ്രൂപ്പിലേക്ക് എക്സാംസിൻ്റെ ആൻസർ ഷീറ്റ് അയക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കൂ. മാക്സിമം കുട്ടികൾ ഈ ഗ്രൂപ്പിൽ വരട്ടെ. ദിസ് ഈസ് ഓൺലി ഫോർ CBSE സ്റ്റുഡൻസ്, സ്റ്റേറ്റ് സ്റ്റുഡൻസിനല്ല.
കാരണം 10th വരെയുള്ള CBSE സ്റ്റുഡൻസിൻ്റെ സിലബസും സ്റ്റേറ്റിൻ്റെ സിലബസും ഡിഫറെൻ്റ് ആണ്. CBSE സ്റ്റുഡൻസിന് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്തേ പറ്റുള്ളൂ. ദ നീഡ് മോർ സയൻസ് ചാപ്റ്റേഴ്സ്. മാത്സ് കുറേ കൂടി സ്ട്രോങ് ആണ്, സയൻസിൽ കുറച്ചുകൂടി നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയേ പറ്റുള്ളൂ. ഒരു CBSE പഠിച്ച നിങ്ങളുടെ സ്റ്റുഡൻസിനെയൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ആൻഡ് അഗെയിൻ ദിസ് ഈസ് മീ ജയദീപ് സൈനിങ് ഓഫ്. താങ്ക് യു.